ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല ഗവൺമെന്റുകളും കേരളത്തിൽ പ്രവർത്തിച്ചു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന പല നേതാക്കന്മാരും അവരെ നയിച്ചു. കേരളത്തിന്റെ വികസനത്തിൽ ആ ഗവൺമെന്റുകൾക്കെല്ലാം വലിയ സംഭാവനയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോ ഏറ്റവും അടിസ്ഥാന വിഭാഗമായിരിക്കുമ്പോൾ നമ്മുടെ കർഷക തൊഴിലാളികളെ സഹായിക്കുമ്പോൾ ഒരു പെൻഷൻ പദ്ധതി 1982 ഗവൺമെന്റാണ്, ആ 80 ഗവൺമെന്റാണ് കൊണ്ടുവരുന്നത്. സഖാവ് നായരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ നിങ്ങൾ നോക്കൂ, ഓരോ ഘട്ടത്തിലും LDFന്റെ ഗവൺമെന്റുകൾക്ക് മുൻകാലങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വേണ്ടത്ര വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. LDFനെ സ്നേഹിക്കുന്നവരും രാഷ്ട്രീയമായി എതിർക്കുന്നവർ പോലും പല ഘട്ടങ്ങളിലും അത് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ ശരിയാണ്, നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു, നല്ല പെൻഷൻ ഏർപ്പെടുത്തുന്നു, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. കേരളത്തിന്റെ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ സംഭാവന നടത്തുന്നു, അഴിമതി ഇല്ലാത്ത ഭരണം സംഘടിപ്പിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ നാട്ടിൽ വികസനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണല്ലോ. നമുക്ക് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുക സാധ്യമല്ല, യാഥാർത്ഥ്യമാവണം. ലോകം അതിവേഗത്തിൽ മാറുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് മാറാൻ വെമ്പുന്ന ഒരു സമൂഹം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത് അത്രയും ആഗ്രഹമുള്ളവരാണ്. അവര് ലോക എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ലോകം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ചെറുതായിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്റെ വികസനത്തിന്റെ കുറെ സദ്ഫലങ്ങൾ കേരളത്തിൽ വേണം എന്ന ആഗ്രഹം നമുക്കുണ്ടായി. എപ്പോഴും തടസ്സം എന്ന് പറയുന്നത് പണമായിരുന്നു. ആ പണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഒരു സ്വന്തം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം വരുമ്പോ അച്ഛനോ അമ്മയോ ലോൺ എടുത്ത് കടം വാങ്ങി ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, കാഴ്ചപ്പാടുണ്ടല്ലോ. കുട്ടി പിന്നെ പഠിച്ചാൽ മതി എന്നല്ല നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ ആ കുട്ടിയുടെ പഠനം ആ കാലത്ത് തന്നെ നടപ്പാക്കണം. സമൂഹത്തിന്റെ വികസനം വന്നപ്പോഴും LDFന്റെ മുമ്പിലുള്ള കാര്യം അതായിരുന്നു. നമുക്ക് 25 കൊല്ലത്തിന് ശേഷം നല്ല റോഡ് വന്നതുകൊണ്ട് കാര്യമില്ല. ശരിയാവാം, ആ കാലത്ത് നമ്മുടെ അവശേഷിക്കുന്ന ആളുകൾ ജീവിക്കുന്നവർക്ക് ഗുണം കിട്ടുമായിരിക്കാം. പക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ വെടിയെടുക്കാൻ സാധിക്കണം. അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ പറ്റണം, നല്ല സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണം. ഇത് 10-15 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിട്ട് കാര്യമില്ല. പരമാവധി നേരത്തെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കണം. അതിനെന്ത് വഴി എന്ന ഒരു കാര്യം ആലോചിച്ചു. ആ ആലോചനയുടെ ഫലമായിട്ടാണ് ഉറങ്ങിക്കിടക്കുന്ന കിഫ്ബിയെ നമ്മൾ കേരളത്തിൽ ഏറ്റവും സജീവമായ ഒന്നാക്കി മാറ്റിയത്. അത് വിസ്മയകരമായ ധാരാളം മാതൃകകൾ സൃഷ്ടിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. 30,000 കോടിയുടെ റോഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കുന്നതിന്, പാലങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സ്ഥാപിച്ചു. വയനാട്ടിലേക്കുള്ള തുരങ്കപാത അതിന്റെ തുടക്കം കുറിച്ചു. കോഴിക്കോട് അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ആശുപത്രിയുടെ തുടക്കം കുറിക്കപ്പെടുന്നു. അങ്ങനെ നടപ്പായതും ഇനി നടപ്പാക്കാൻ പോകുന്നതുമായ ഒട്ടേറെ പദ്ധതികൾ എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ സമീപനമാണ് LDF സ്വീകരിച്ചത്. ഇന്ന് LDFനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർക്ക്, അവനോട് ശത്രുതാ മനോഭാവമുള്ളവർക്ക് പോലും LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ മറ്റുള്ള വികസന നേട്ടങ്ങളെ കാണാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കൊച്ചിയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി അത്യന്താധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ആശുപത്രി ഉയരുമ്പോ ആ ആശുപത്രി എന്ന് പറയുന്നത് മുഴുവൻ മലയാളിയുടെയും ഒരു അഭിമാനമായി ഉയരുമ്പോ അത് കണ്ടില്ല എന്ന് നടിക്കാൻ UDFന്റെ സുഹൃത്തുക്കൾക്ക് പോലും സാധിക്കില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയമായ എന്തെങ്കിലും പക്ഷപാതം കാണിച്ചു? രാഷ്ട്രീയമായ ഒരു പക്ഷഭേദവും കാണിച്ചില്ല. UDFന്റെ MLAമാരുള്ള മണ്ഡലങ്ങളിലും ആവശ്യത്തിന് പണം കൊടുക്കുന്നതിന്, കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിൽ ഇയാൾ ലീഗിന്റെ MLA ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്, ഗവൺമെന്റിന് വിരുദ്ധനാണ് എന്നുള്ളത് കൊണ്ട് അവരോട് എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട ഒരു സമീപനവും സ്വീകരിച്ചില്ല. ജനങ്ങളോട് ബന്ധമുള്ള, ബോധ്യപ്പെടുത്തുന്ന, ഇതിന്റെ ഭാഗമാക്കാവണം എന്ന് താല്പര്യമുള്ള എല്ലാവരെയും സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.